2025 ജൂൺ 16 റോയിട്ടേഴ്സ് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ആണവ നിർവ്യാപന കരാർ NPTയിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള ഒരു ബിൽ ഇറാൻ പാർലമെന്റ് തയ്യാറാക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നുവെന്ന ഔദ്യോഗിക നിലപാട് ആവർത്തിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. നിരവധി ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാനിലുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ തലവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ആരോപിച്ചായിരുന്നത്. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടെ ഇറാൻ NPT വ്യവസ്ഥകൾ ലംഘിച്ചതായി IAEA കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഈ സംഭവ വികാസങ്ങളാണ് NPTയിൽ നിന്ന് പുറത്തു പോകാനുള്ള നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. NPT അഥവാ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്നാൽ ആണവായുധങ്ങൾ വ്യാപിക്കുന്നത് തടയാനുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. 1970 ഇത് നിലവിൽ വന്നു. ഈ കരാർ പ്രകാരം രാജ്യങ്ങൾക്ക് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാം. എന്നാൽ ഇതിന് പകരമായി അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകണം. ഇതിന്റെ ഭാഗമായി രാജ്യങ്ങൾ UN-ന്റെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരിക്കണം. ആണവായുധങ്ങൾ മതപരമായ കൽപ്പനകൾക്കെതിരാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണവും IAEAയുടെ പ്രമേയവുമാണ് തങ്ങളുടെ നയപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണം പോലുള്ള സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളെ സ്വാഭാവികമായും ബാധിക്കുന്നു എന്ന് ബാഗായി കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണവും IAEA പ്രമേയത്തിന് ശേഷമാണെന്നും അതിന് പ്രമേയമാണ് കുറ്റക്കാരനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രമേയത്തിന് വോട്ട് ചെയ്തവർ ആക്രമണത്തിന് കളമൊരുക്കിയെന്നും ബാഗായി കൂട്ടിച്ചേർത്തു. NPTയിൽ ഒരിക്കലും അംഗമല്ലാത്ത ഇസ്രായേലിന് ആണവായുധങ്ങളുണ്ടെന്ന് പ്രാദേശിക ഗവൺമെന്റുകൾ വ്യാപകമായി അനുമാനിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. സിയോണിസ്റ്റ് ഭരണകൂടമാണ് മേഖലയിലെ വൻ നശീകരണായുധങ്ങളുടെ ഏക ഉടമസ്ഥൻ ബാഗായി കൂട്ടിച്ചേർത്തു. ഈ നീക്കം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.